ഹായ് ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ഫാം ഹൗസിലോട്ടാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഈദ് വെക്കേഷൻ ടൈമിൽ പോയതാണ് കേട്ടോ. വീഡിയോ ഇടാൻ ഇച്ചിരി വൈകിപ്പോയി. അപ്പം ഫാം ഹൗസും കാര്യങ്ങളും നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. നമ്മൾ താമസിക്കുന്ന എൻ്റെ ഒരു ഏകദേശം ഒരു അരമണിക്കൂർ യാത്രയുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് എത്തി. ഈ ഒരു ഫാം ഹൗസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 ഫാം ഹൗസ് ഉണ്ട് കേട്ടോ. മാക്സിമം 2 ഫാമിലിക്കോ അല്ലെങ്കിൽ ഒരു ഫാമിലിക്കൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാം ഹൗസ് ഉണ്ട്. പിന്നെ വലിയ ഹ്യൂജായിട്ടുള്ള ആൾക്കാർക്കും സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാം ഹൗസ് ഉണ്ട് കേട്ടോ. അല്ല, നമുക്ക് വലിയ ഫാം ഹൗസ് എടുക്കാനായിരുന്നു പ്ലാന്. പക്ഷെ ആ സമയം അന്നേരം ബുക്കിംഗ് ആയതുകൊണ്ട് നമുക്ക് ആ ഫാം ഹൗസ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഈ ഒരു ഫാം ഹൗസിൻ്റെ പ്രത്യേകത, ഇവിടെ ഒരു ഫാമിലിക്ക് ചെറിയൊരു ഫാം ഹൗസാണ് കേട്ടോ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കയറി വരുന്ന ഒരു ഭാഗം തന്നെ ഭയങ്കര വൈറ്റ് കളർ, നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ ഗാർഡൻ ഇവിടെ നല്ല ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഊഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല ഒരു എന്താ പറയുക, ഒരു കിടിലോസ്കി ആയിട്ടെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ ഈ ഒരു ഗാർഡൻ പൂന്തോട്ടം ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ മുല്ലൊക്കെ ഒരുപാട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അവിടുത്തെ കെയർടേക്കർ. പിന്നെ നമുക്ക് ഫാം ഹൗസിൻ്റെ ഉള്ളിലോട്ട് കിടക്കാം കേട്ടോ. പറഞ്ഞില്ലേ, ഒരു ഫാമിലിക്കൊക്കെ ആണെങ്കിൽ വന്നിട്ട് സുഖമായിട്ട് വന്നിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു കിട്ടിയ ഫാം ഹൗസ് തന്നെയാണ് കേട്ടോ അത്. പിന്നെ ബെഡ് സ്പേസ് ഈ ഒരു ഭാഗമാണ്. പിന്നെ അതിന് നേരെ വരുന്നത് ഈ ഒരു പൂളിലേക്കാണ് കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഡൈനിങ് ഏരിയ അതിൻ്റെ അപ്പുറത്താണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ കൂടുതൽ സമയം സ്പെൻഡായത് ഔട്ട് സൈഡാണ് കേട്ടോ. കാരണം ഔട്ട് സൈഡ് ഒരു പ്രത്യേക തരം ഒരു ഭംഗി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. നൈറ്റായാലും ചൂടുണ്ടെങ്കിലും ഞങ്ങൾ അത്ര അധികം ഈ ഒരു ഫാം ഹൗസാണ് കേട്ടോ വലിയ ഫാം ഹൗസിൻ്റെ ആ ഒരു ഭാഗം. പിന്നെ ഫാം ഹൗസിനോട് ചേർന്നിട്ട് തന്നെ ചെറിയൊരു ഫാമും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ പശു, ആട് അങ്ങനെയുള്ള ആനിമൽസൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ കുതിര ഒക്കെ നല്ല രസമായിരുന്നു. കാരണം നമ്മൾ മെയിൻ ഏരിയയിലൊക്കെ താമസിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കാണുന്നത് നമുക്ക് വല്ലപ്പോഴേക്കല്ലേ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് മോൾക്കൊക്കെ ആയാലും ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല എന്താ പറയുക, പ്രത്യേകിച്ചും അവൾക്ക് ആനിമൽസിനെ ഭയങ്കര ഇഷ്ടമാണ്. പശുവിനായാലും ആടിനായാലും അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവർക്കൊക്കെ അതൊക്കെ അല്ലേ ഒരു സന്തോഷം അങ്ങനെയൊക്കെ കാണുമ്പോൾ. ഈ ഒരു കുതിര ഉണ്ടല്ലോ, അവൻ ഭയങ്കര ഫേമസ് ആയിരുന്നു കേട്ടോ. അവൻ അടിപൊളിയായിരുന്നു. അവൻ ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇടുവാടാ. ഫാമിൻ്റെ ആ ഭാഗത്തു നിന്നൊക്കെ വന്നിട്ട് പിന്നെ ഞങ്ങളെ കലാപരിപാടിയിലേക്ക് ആരംഭിക്കാൻ തുടങ്ങിയിട്ട് അധ്യാപിച്ചേട്ടനും അരവിന്ദും കൂടിയിട്ട് അവിടെ ബോക്സും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തായിരുന്നു. പിന്നെ വിനേട്ടൻ പിന്നെ ഫുഡിൻ്റെ കലവറയിൽ തന്നെ ആയിരിക്കുമല്ലോ. വിനേട്ടൻ ഫുഡ് മാനേജ്മെൻ്റ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് വിനേട്ടനായിരിക്കും. എന്നാൽ അതിനോട് ആൾക്ക് ഭയങ്കര ക്രൈസാണ് കേട്ടോ. ആളുടെ ഒരു ഭയങ്കര ഇഷ്ടമാണ്. അതിൽ നമ്മൾ വേറെ ആരെയും എന്താ പറയുക കടത്താൻ സമ്മതിക്കാത്തൊരു സ്വഭാവമാണ് കേട്ടോ ആളുടെ. അതിനിടയ്ക്ക് എനിക്ക് നൈസായിട്ടൊരു ബീറും കൂടി തന്നു കേട്ടോ. ബീറൊക്കെ കുടിക്കാട്ടോ.
അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഫാം ഹൗസ് വിശേഷങ്ങളായിട്ടുണ്ടായിരുന്ന വീഡിയോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.